സ്വപ്നങ്ങളുടെ ശവപ്പറമ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിലേ ഈ കാണുന്നത് എൻ്റെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പാണ് കേട്ടോ. വെറുതെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇത് വെറും ചില്ലുകുപ്പിയോ മദ്യക്കുപ്പിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ഒരു സമയത്ത് എൻ്റെ മനസ്സോട് ഒരുപാട് ചേർന്നിരുന്ന എൻ്റെ ജീവിതമാണെന്ന് തന്നെ പറയാം. അതുപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വരച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ, ഒരു പെർഫെക്ഷനും ഇല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. എന്നാലും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഓരോ ദിവസവും ഉണ്ടാക്കി കൂട്ടി വെച്ചിരുന്നിട്ട് അവസാനം വെച്ചേക്കാൻ സ്ഥലമില്ലാതെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തഴയപ്പെട്ട് അവസാനം ഈ വാഴച്ചുവട്ടിലെത്തിപ്പെട്ടു. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞ ദിവസങ്ങളോളം ഇരുന്ന് ചെയ്ത ഓരോ വർക്കുകളുണ്ട്. ഇതൊക്കെ കണ്ടോ? എൻ്റെ സ്വപ്നം കുഞ്ഞു വീട്. ആ വീട് എനിക്കിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വെക്കാൻ സൗകര്യമുള്ളൊരു വീടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എൻ്റെ ഷോക്കേസിലിപ്പോൾ ഇരുന്നേന്. ഇപ്പോൾ ഇങ്ങനെ ഉറുമ്പും പാറ്റയും ചെതലും ഒന്നും കടിച്ചിങ്ങനെ പോവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളമായി എൻ്റെ വീടിന് പുറത്തിറങ്ങിയിട്ട്. എന്നിട്ടും ഇപ്പോഴും ആ ഓർമ്മകളൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ട് കുറേശ്ശെയായിട്ടെങ്കിലും പെയിൻറ്റും എൻ്റെ വരകളും എല്ലാം അതിലുണ്ട്. കുറച്ച് ഇത്തിരി നല്ലതായിട്ടുള്ളതൊക്കെ ഒത്തിരി 2-3 പേരൊക്കെ ചോദിച്ച് അവർക്ക് ഞാൻ കൊടുത്തു കേട്ടോ. എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നെങ്കിലും അതവർക്ക് പ്രിയപ്പെട്ടതായിരുന്നോ, അവരുടെ കയ്യിലുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ. എന്തായാലും എൻ്റെ കയ്യിൽ ഇത്ര മാത്രമൊക്കെ ഇനി മിച്ചമുണ്ട്. ഇനി എന്തായാലും ഈ കുപ്പിയൊക്കെ കഴുകി പറക്കി എടുക്കണം എന്ന് വിചാരിക്കുകയാണ്. ഒന്ന് പുനർജീവിപ്പിച്ചെടുക്കാൻ നോക്കട്ടെ എൻ്റെ സ്വപ്നവും ജീവിതവും എല്ലാം. കുറച്ചേറെ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പൊട്ടിപ്പോയതുണ്ട്. ഇതൊന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമുണ്ട് കേട്ടോ. എത്ര ദിവസം മീൻസ് ഒരു 2 വർഷത്തോളം ആവുന്നു ഇത് ഈ വാഴച്ചോട്ടിലിങ്ങനെ മാറിയും തിരിഞ്ഞും ഒക്കെ.